الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. ഏറ്റവും ആദരണീയനായ സത്യവിശ്വാസം സർവശക്തനായ കാരുണ്യവാനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസ കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തത് അല്ലാഹുവിലുള്ള വിശ്വാസം ചെറിയ രൂപത്തിൽ നാം വിശദീകരിച്ചു. വിശുദ്ധ ഖുർആൻ രണ്ടാമതായി എണ്ണിയത് മലക്കുകളിലുള്ള വിശ്വാസമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. മനുഷ്യരായ നമ്മുടെ ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതവുമായി, ഇഹലോകത്തും പരലോകത്തും നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട സൃഷ്ടികളാണ് മലക്കുകൾ എന്നതുകൊണ്ടായിരിക്കാം റബ്ബ് വിശ്വാസ കാര്യങ്ങളിൽ രണ്ടാമതായി മലക്കുകളെ എണ്ണിയിട്ടുള്ളത്. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല, അവരിൽ ആണും പെണ്ണുമില്ല. അവർക്ക് വിശപ്പും ദാഹവുമില്ല, ക്ഷീണവും തളർച്ചയും ഇല്ല, വിശ്രമത്തിന്റെ ആവശ്യമില്ല. അപ്പൊ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഭക്ഷണവും വെള്ളവും ആവശ്യമില്ല, വിശപ്പും ദാഹവും ഇല്ല, ആണും പെണ്ണുമില്ല, ക്ഷീണവും തളർച്ചയുമില്ല. ആ വിശേഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നമുക്ക് പരിചയമുള്ള ജീവികളെ പോലെയുള്ള ഒരു ജീവിയല്ല. പിന്നെ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ട് മാത്രം. അപ്പോ നമുക്ക് വേണമെങ്കിൽ ഒരു ഊർജ രൂപം എന്നൊക്കെ അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടികളൊക്കെ നിർവഹിക്കാൻ സാധിക്കുന്ന ഒരു ഊർജ രൂപമൊക്കെ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാമെങ്കിലും അള്ളാഹും റസൂലും പറഞ്ഞതിനപ്പുറം ആ വിഷയത്തെ കുറിച്ച് ഒന്നും നമ്മൾ പറയുന്നത് ശരിയല്ല.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകാശത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ പ്രകാശം തന്നെ എന്താണ് എന്ന് മനുഷ്യന് കൃത്യമായി നിർവചിക്കാൻ സാധിക്കാത്തൊരു പ്രതിഭാസമാണ്. പ്രകാശം നമുക്ക് കാണാൻ പറ്റൂല. പ്രകാശന്റെ വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും, പ്രകാശം കാണാൻ പറ്റൂല. പ്രകാശം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പൊ വെളിച്ചമുണ്ട്, ഒരു കുറച്ച് വെളിച്ചം ഒരു പെട്ടിയിലോ ബാഗിലോ ഒക്കെ ആക്കിയിട്ട് ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയി തുറന്നിട്ട് വെളിച്ചം അവിടെ ആക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല പ്രകാശം തന്നെ. നമുക്ക് കാണാനും പറ്റൂല. പ്രകാശം ഉണ്ടെങ്കിൽ വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മളെ കണ്ണിലൂടെ പതിച്ചിട്ട് റെറ്റിനയിൽ പതിച്ചിട്ട് അത് നമുക്ക് തലച്ചോറ് അത് കാണിച്ചു തരും എന്നുള്ളതല്ലാതെ പ്രകാശം കാണാൻ നമുക്ക് കഴിയില്ല. അപ്പൊ പ്രകാശത്താലാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനും ഊഹിക്കാനും സാധിക്കാത്ത തരം സൃഷ്ടികളാണ്. അള്ളാഹുവും റസൂലും പറഞ്ഞു തന്നതിലപ്പുറം അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് അർഹതയില്ല. ഏതായിരുന്നാലും വിശ്വാസികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഇത്തരത്തിലൊരു സൃഷ്ടിയുണ്ട്. അവൻ നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ രൂപപ്പെടുന്നത് മുതൽ നിങ്ങളുടെ മരണം വരെയും അവിടെ നിന്നപ്പുറം നിങ്ങളുടെ പരലോകത്തും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പഠിപ്പിച്ചു തരുമ്പോൾ അത് വിശ്വസിക്കുക, അംഗീകരിക്കുക എന്നതാണ് വിശ്വാസികളുടെ ബാധ്യത. മലക്കുകളുടെ രൂപവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി ജാഇലുൽ മലായികത്തി റുസുല, ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ജാഇലുൽ മലായികത്തി റുസുല, മലക്കുകളെ ദൂതനായി അവൻ നിശ്ചയിച്ചിരിക്കുന്നു. ഉലി അജ്നിഹത്തിൻ, ചിറകുകളുള്ള. നമുക്ക് പക്ഷിയുടെ ചിറകാണ് പരിചയം, അതിനനുസരിച്ച് നമ്മൾ ഊഹിക്കും. ഏതായിരുന്നാലും അവർക്ക് രൂപമുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഉലി അജ്നിഹത്തിൻ മസ്ല വ സുലാസ വ റുബാ, ഈ രണ്ടും മുമ്മൂന്നും നന്നാലും ചിറകുകളുള്ളവരാണ് അവർ. യസീദുല്ലാഹു ഫിൽ ഖൽഖ് മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അധികരിച്ചുകൊണ്ട് സൃഷ്ടിക്കുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു അല്ലാഹു. മലക്കുകളുടെ രൂപത്തെ കുറിച്ച് വളരെ കൃത്യമായി ആധികാരികമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം മാത്രം. അതിലപ്പുറം നമുക്ക് സങ്കല്പിക്കാവുന്ന ഒരു രൂപവും മലക്കുകൾക്ക് വിശുദ്ധ ഖുർആനിലോ ഹദീസുകളിലോ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതായിരുന്നാലും പ്രകാശം അത്ഭുതകരമായതുപോലെ തന്നെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളും അത്ഭുതകരമായി കൃത്യമായി നമുക്ക് എന്താണ് എന്ന് വിശദീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കാത്ത രൂപത്തിൽ നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മലക്കുകളുടെ എണ്ണത്തെ കുറിച്ച് ഒരു ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്രാഇന്റെ മിഅ്റാജിന്റെ ദിവസത്തിൽ ബൈത്തുൽ മഅ്മൂറിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടു. വസഅൽതു ജിബ്രീല, ഞാൻ അതിനെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് ബൈത്തുൽ മഅ്മൂറിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദൽ ബൈത്തുൽ മഅ്മൂർ, ഇത് ബൈത്തുൽ മഅ്മൂറാണ്. യുസല്ലി ഫീഹി കുല്ല യൗമിൻ, ഓരോ ദിവസവും അതിൽ നമസ്കരിക്കുന്നു 70,000 മലക്ക്, 70,000 മലക്കുകൾ വാനലോകത്ത് ബൈത്തുൽ മഅ്മൂറിൽ ഓരോ ദിവസവും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാ ഖറജു, ആ 70,000 മലക്കുകൾ ഓരോ ദിവസവും നമസ്കരിച്ചിട്ട് അവരതിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ലം യഊദു ഇലൈഹി, പിന്നീട് ഒരിക്കലും അതിലേക്ക് അവർ മടക്കി വരുന്നില്ല. അപ്പൊ ഓരോ ദിവസവും 70,000-ഓളം മലക്കുകൾ വാനലോകത്ത്, ഭൗതിക ലോകത്ത് മനുഷ്യർ കഅബാലയത്തെ വലയം ചെയ്യുന്ന രൂപത്തിൽ വാനലോകത്ത് ബൈത്തുൽ മഅ്മൂറിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും, ഒരു ദിവസം ഇബാദത്തെടുത്ത വലയം ചെയ്ത മലക്ക് പിന്നീട് ഒരിക്കലും അതിലേക്ക് തിരിച്ചു വരുന്നില്ല എന്നും പറയുമ്പോ എത്രത്തോളം ഉണ്ട് അള്ളാഹു സൃഷ്ടിച്ച മലക്കുകൾ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഹദീസുകളിൽ, സ്ഥിരപ്പെട്ട ഹദീസിലും ഖുർആനിലും മലക്കുകളെ കുറിച്ച് വന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിലപ്പുറമുള്ള വിശദീകരണങ്ങളൊക്കെ ഒന്നുകിൽ ഹദീസിന് മറ്റു വല്ല ദുർബലതയും ഉണ്ടാകും, അങ്ങനെ പല പ്രശ്നങ്ങളും. ഏതായിരുന്നാലും മലക്കുകളുടെ രൂപം കൃത്യമായി വിവരിക്കുന്ന ഒരു ആയത്തോ ഒരു ഹദീസോ ഇല്ല. നമുക്ക് സങ്കല്പിക്കാവുന്ന ഒരു രൂപമല്ല മലക്കുകൾക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
പിന്നെ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഖുർആനിലും ഹദീസിലും വിശദീകരിക്കുന്നുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹദകും യുജ്മഉ ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫത്തൻ. നിങ്ങൾ ഓരോരുത്തരും അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ 40 ദിവസം ബീജകണമായി നിലനിൽക്കും, ബീജമായിട്ട്. സുമ്മ യകൂനു അലഖത്തൻ മിസ്ല ദാലിക, പിന്നീട് അതുപോലെ ഒരു 40 ദിവസം ഭ്രൂണമായിട്ട് അലഖത്തായിട്ട് നിലനിൽക്കും. സുമ്മ യകൂനു മുദ്ഗത്തൻ മിസ്ല ദാലിക, പിന്നീട് അതുപോലെ ഒരു 40 ദിവസം മുദ്ഗത്തായിട്ട് സിദ്ധാന്തമായിട്ട് നിലനിൽക്കും. സുമ്മ യബ്അസുല്ലാഹു ഇലൈഹി മലക്കൻ, പിന്നീട് അല്ലാഹു 40 120 4 മാസം കഴിയുമ്പോൾ അതിലേക്ക് ഒരു മലക്കിനെ നിയോഗിക്കുന്നു. ഫയൻഫുഖു ഫീഹി അർറൂഹു, ആ മലക്ക് അതിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ റൂഹിനെ സന്നിവേശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് റൂഹ് എന്താണ് എന്ന് നമുക്കറിയില്ല. അതും മലക്കുകളെ പോലെ തന്നെ ഒരു പ്രതിഭാസമാണ്. പ്രകാശത്തെ പോലെ മലക്കുകളെ പോലെ എന്താണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ് എന്റെയും നിങ്ങളുടെയും ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റൂഹ് എന്നത്. നമ്മൾ മരിച്ചു എന്ന് പറയും, റൂഹ് പോകുമ്പോ മരിച്ചു എന്ന് പറയും. റൂഹ് ഉള്ളത് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. അപ്പൊ ഈ റൂഹ് എന്ന് പറഞ്ഞത് അതിലാണും പെണ്ണുമില്ല, അതിനെ കാണാൻ നമുക്ക് കഴിയില്ല. ആ രൂപത്തിൽ റൂഹിനെ അല്ലാഹു സൃഷ്ടിച്ചു, അതുപോലെ തന്നെ മലക്കിനെയും സൃഷ്ടിച്ചു. അപ്പൊ മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമാകുമ്പോ അതിന് ചലനം വരുന്നു. അത് അല്ലാഹു നിയോഗിച്ച ഒരു മലക്ക് റൂഹിനെ അതിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. അപ്പൊ ആത്മാവുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നത് പോലെ തന്നെ റൂഹിനെയും നമ്മൾ സ്ഥിരപ്പെട്ട ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ നമുക്ക് നിർബന്ധമാണ് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മുടെ മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മരണം നമ്മള് പെട്ടെന്ന് എല്ലാ ചലനങ്ങളും നിന്നു പോകുന്നു. അപ്പൊ അല്ലാഹു ഖുർആനിൽ പറയാം, ഖുൽ യതവഫാകും മലകുൽ മൗത്തില്ലദീ വുക്കില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. ഖുൽ നബിയെ പറയുക, യതവഫാകും നിങ്ങളെ മരിപ്പിക്കും മലക്കുൽ മൗത്ത്. അതാ ഖുർആനും ഹദീസും ആ മലക്കുൽ മൗത്ത് എന്നല്ലാതെ അതിന്റെ പേര് ഖുർആനും ഹദീസിലും വന്നിട്ടുണ്ട്. ചില തഫ്സീർ ഗ്രന്ഥങ്ങളിലാണ് അസ്റായീൽ എന്ന പേര് വന്നിട്ടുള്ളത്, ഖുർആനിലോ ഹദീസിലോ അത് വന്നിട്ടില്ല. അപ്പൊ യതവഫാകും മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കും. അല്ലദീ വുക്കില ബികും നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ പിന്നീട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആത്മാവ് മാതാവിന്റെ ഗർഭാശയത്തിൽ നൽകിയത് അള്ളാഹുവിന്റെ മലക്കുകളാണ് എന്നതുപോലെ തന്നെ 4 മാസം കഴിയുമ്പോൾ റൂഹ് നൽകിയത് പോലെ തന്നെ പിന്നീട് മരണത്തിന്റെ സമയമാകുമ്പോ ആ റൂഹിനെ എടുത്തു കൊണ്ടുപോകുന്നത്, ഇപ്പൊ പിടിച്ചു കൊണ്ടുപോകുന്നതും അള്ളാഹുവിന്റെ മലക്കുകളാണ് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. അവൻ ജീവൻ നൽകുന്നതും ജീവൻ തിരിച്ചെടുക്കുന്നതും അള്ളാഹു നിശ്ചയിച്ച മലക്കുകളാണ്. നമ്മളുമായി ജീവിതവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ സദാസമയവും നമ്മുടെ സാന്നിധ്യത്തിലുള്ളവരാണ് മലക്കുകൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇന്ന അലൈക്കും ലഹാഫിളീൻ നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. കിറാമൻ കാത്തിബീൻ മാന്യന്മാരായ എഴുത്തുകാരാണ്. എന്താണോ നിങ്ങൾ പറയുന്നത്, എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, അത് നന്മയാണെന്നും തിന്മയാണെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. നന്മയായിട്ടേ അവരെഴുതൂ, തിന്മയായിട്ടേ അവരെഴുതൂ. മാന്യന്മാരായ എഴുത്തുകാരാണ്. ഒരു അനീതിയും അവരുടെ ഭാഗത്തുണ്ടാവില്ല എന്ന് പറയാ. നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അവർക്ക് അറിയാൻ സാധിക്കും. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ അള്ളാഹു കഴിവ് കൊടുത്ത ഒരു സൃഷ്ടി വിഭാഗമാണ് മലക്കുകൾ. അത് അവരുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തും എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാം. അതുപോലെ തന്നെ ഖുർആനിൽ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ഖാഫിൽ പറഞ്ഞു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഒരു വാക്ക് പോലും അവർ ഉച്ചരിക്കുന്നില്ല. ഇല്ലാ ലദൈഹി അവന്റെ അടുക്കൽ ഉണ്ടായിട്ടല്ലാതെ. റഖീബും അതീദും. റഖീബ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ നിരീക്ഷകൻ എന്നാണ് അർത്ഥം. അതീദ് എന്ന് പറഞ്ഞാൽ എഴുതി തയ്യാറാക്കുന്നവൻ എന്നാണ് അർത്ഥം. അത് 2 മലക്കുകളുടെ പേരുകളാവാം, അല്ല സൂക്ഷ്മ നിരീക്ഷണം നടത്തി എഴുതി തയ്യാറാക്കുന്നവർ എന്നുള്ള നിലക്കുമാവാം. അല്ലാഹു അഅലം. ഏതായിരുന്നാലും സൂക്ഷ്മ നിരീക്ഷകരായ എഴുതി തയ്യാറാക്കുന്ന 2 മലക്കുകൾ നമ്മുടെ സന്നിധി
സന്നിധിയിൽ ഉണ്ടായിട്ടല്ലാതെ, നമ്മോടൊപ്പം ഉണ്ടായിട്ടല്ലാതെ ഒരു വാക്ക് പോലും നിങ്ങൾ ഉച്ചരിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ടാണല്ലോ സൂറത്ത് വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത് കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ, നാളെ പരലോകത്ത് എത്തുമ്പോ ഇത് വല്ലാത്തൊരു ഗ്രന്ഥമായി പോയല്ല പടച്ചോനെ. ഒരു നിസ്സാരമായ വാക്കും നന്മയാവട്ടെ തിന്മയാവട്ടെ ഇതിൽ വിട്ടുപോയിട്ടില്ല. ഒരു നിസ്സാരമായ പ്രവൃത്തിയും നന്മയാവട്ടെ തിന്മയാവട്ടെ ഇതിൽ രേഖപ്പെടുത്താതെ വിട്ടുപോയിട്ടില്ല എന്ന് പരലോകത്ത് ഇടത് കൈയിൽ ഗ്രന്ഥം കിട്ടിയ ആളുകൾ വിലപിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് ഒരു ക്യാമറ നമ്മൾ വെച്ചാല് ആ ക്യാമറയുടെ മുമ്പിലുള്ള അതിന്റെ ആളുടെ പ്രവർത്തനം മാത്രമേ ആ ക്യാമറ കോപ്പിയെടുക്കാൻ സാധിക്കൂ. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്നൊഴിയാതെ വാക്കുകളും പ്രവർത്തികളും കൃത്യമായി ഒപ്പിയെടുത്ത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനം അള്ളാഹു ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുമ്പോ ആ വിശ്വാസം നമ്മെ എത്രത്തോളം നന്മയിൽ നിലനിർത്തും എന്ന് നമ്മൾ ചിന്തിക്കാം. ഇതൊന്നും ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് സംശയത്തിന് അവകാശമില്ല. ആളുകൾ ദീനിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട വിധം ദീനിന്റെ കാര്യങ്ങൾ അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടും അത് വേണ്ട വിധം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വശമാണ്. പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇതൊക്കെ സാധിക്കുന്നതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാവുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് മനുഷ്യന്റെ മുമ്പിലുണ്ട്. മാത്രമല്ല, ഈ ശാസ്ത്രലോകം വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ഈ നമ്മുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ ഈ സ്പേസിൽ റെക്കോർഡാണ്. ഈ സ്പേസിൽ റെക്കോർഡാണ്. ഞാൻ കയ്യൊന്നിങ്ങനെ അനക്കുമ്പോ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ചലനം ഉണ്ടല്ലോ, അത് ഈ വേവ്സ് അന്തരീക്ഷത്തിൽ റെക്കോർഡാണ്. അതുപോലെ ഞാൻ പറയുന്ന സംസാരത്തിന്റെ ഈ തരംഗങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ ഈ സ്പേസിൽ റെക്കോർഡാണ്. അത് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നാം കോപ്പി എടുത്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് രൂപത്തിലാണ് അള്ളാഹുവിന്റെ റെക്കോർഡിംഗ് എന്നും ഏത് രൂപത്തിലാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ഇത് രേഖപ്പെടുത്തുന്നത് നമുക്ക് പറയാൻ സാധ്യമല്ലെങ്കിൽ പോലും ആധുനികമായി മനുഷ്യൻ വൈജ്ഞാനികമായി ഒരുപാട് പുരോഗമിച്ച കാലഘട്ടത്തിൽ മനുഷ്യന്റെ കണ്ടെത്തലുകളും മനുഷ്യന്റെ ശാസ്ത്രീയമായ ഉപകരണങ്ങളും ഒക്കെ അല്ലാഹുവിന്റെ സംവിധാനം അത് വളരെ കൃത്യമായിരിക്കും എന്ന് ബുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ ബോധ്യപ്പെടുത്തുന്നതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പം മനുഷ്യന്റെ വാക്കും പ്രവൃത്തികളും വളരെ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, മനുഷ്യൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ അറിയാനുള്ള കഴിവ് അല്ലാഹു ഈ രേഖപ്പെടുത്തുന്ന മലക്കുകൾക്ക് കൊടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു അത്ഭുതമാണത്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഖുദ്സിയായ ഹദീസിൽ ഖാലല്ലാഹു അസ്സ വജല്ല, ഉന്നതനും പ്രതാപവാനുമായ അല്ലാഹു പറഞ്ഞു, ഇദാ ഹമ്മ അബ്ദി ബിസയ്യിഅ, എന്റെ ഒരു അടിമ ഒരു തിന്മ ഉദ്ദേശിച്ചാൽ ഫലാ തക്തുബുഹ, ഒരടിമ ഒരു തിന്മ, ഇപ്പൊ നമ്മളെ മനസ്സിലൊക്കെ പല തിന്മയും തോന്നുമല്ലോ, തിന്മ മനസ്സിൽ വിചാരിച്ചാല് അത് എഴുതരുത് എന്ന് അന്ന മലക്കുകളോട് പറയാം. പല തിന്മ മനസ്സിൽ വിചാരിച്ചാൽ എഴുതരുത്. ഫഇൻ അമിലഹ, അവനത് പ്രവർത്തിച്ചാൽ ഫക്തുബുഹ, ഒരു തിന്മയായിട്ട് എഴുതിക്കോ. അവൻ മനസ്സിൽ അവൻ ഉദ്ദേശിച്ചു ഒരു നന്മ അവൻ മനസ്സിൽ ഉദ്ദേശിച്ചു, ഫലം അവനത് ചെയ്യാൻ സാധിച്ചില്ല, വല്ല കാരണം കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല, ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു, അത് നന്മയായിട്ട് അവൻ രേഖപ്പെടുത്തണം. അവൻ ചെയ്യാൻ സാധിക്കാത്ത കാര്യം അവന് നന്മയായിട്ട് രേഖപ്പെടുത്തണം. ഇനി അവൻ അത് നന്മയായിട്ട് ചെയ്താലോ അത് 10 ഇരട്ടിയോ അവന്റെ ആത്മാർത്ഥതക്കനുസരിച്ച് അതിലിരട്ടിയായിട്ടോ രേഖപ്പെടുത്തണം. അവൻ മനുഷ്യന്റെ മനസ്സിൽ ഒരു തിന്മ, മനുഷ്യർ എന്ന നിലക്ക് മനസ്സിൽ തിന്മ തോന്നിപ്പോവും എല്ലാവർക്കും, അത് തിന്മയായിട്ട് രേഖപ്പെടുത്താൻ പാടില്ല. എന്നാലും അത് ചെയ്താൽ ഒരു തിന്മയായിട്ട് രേഖപ്പെടുത്തണം. നന്മ ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും നന്മയായിട്ട് രേഖപ്പെടുത്തണം. ചെയ്താലോ 10 ഇരട്ടിയായിട്ട് നന്മയായിട്ട് രേഖപ്പെടുത്തണം. ഇത് മലക്കുകളോട് അള്ളാഹു കൽപ്പിച്ചതായിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസാണ്. മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തായിട്ടില്ല. നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ മലക്കുകൾക്ക് അറിയാൻ സാധിക്കും. നമ്മൾ വാക്കുകളും പ്രവർത്തികളും മലക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രാവും പകലും നമ്മെ നിരന്തരം സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട്. നമ്മോടൊപ്പം ഏത് സമയത്തും അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്. വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ മലക്കുകൾ പള്ളിയിൽ നേരത്തെ എത്തുകയും സ്വഫായിട്ട് ഇരിക്കുകയും അതുപോലെ തന്നെ
പള്ളിയിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ പ്രത്യേകമായി റെക്കോർഡ് ചെയ്യുന്ന മലക്കുകളുണ്ട് എന്നും ഇമാമ മിമ്പറിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ആ പ്രവർത്തനം, നന്മ എഴുതി വെക്കുന്ന പ്രവർത്തനം അവർ നിർത്തിവെച്ചുകൊണ്ട് ഖുത്ബയിൽ ശ്രദ്ധിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇടതും വലതുമുള്ള സൃഷ്ടികൾ, നമ്മുടെ ജീവിതവുമായി സദാ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൃഷ്ടികളാണ് മലക്കുകൾ. അതുപോലെ തന്നെ റസൂലുള്ള പറയാണ്, പ്രത്യേകം ഒരു വിഭാഗം മലക്കുകൾ രാവിലെയും വൈകുന്നേരവും നിങ്ങളെ സന്ദർശിക്കുന്ന മലക്കുകളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മലായികത്തു യതആഖബൂന, നിങ്ങളെ ഊഴമായി നിങ്ങളിലേക്ക് മലക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലായികത്തും ബില്ലൈൽ, രാത്രി സന്ദർശിക്കുന്ന മലക്കുകളുണ്ട്. ഇപ്പൊ മലായികത്തും ബിന്നഹാർ, പകലിൽ നിങ്ങളെ സന്ദർശിക്കുന്ന മലക്കുകളുണ്ട്. ഇപ്പൊ യജ്തമഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്ർ, സുബഹി നമസ്കാരത്തിന്റെ സമയത്തും അസർ നമസ്കാരത്തിന്റെ സമയത്തും അവർ നിങ്ങളിൽ ഒരുമിച്ച് കൂടുന്നു. ആ മലക്കുകൾ, ആ സന്ദർശിക്കുന്ന മലക്കുകൾ. അപ്പൊ സുബഹിന്റെ സമയത്ത് രാത്രിയുടെ മലക്കുകളും പകലിലെ മലക്കുകളും ഒരുമിച്ച് കൂടും. എന്നിട്ട് രാത്രിയിൽ ഉണ്ടായിരുന്ന മലക്കുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകും. അള്ളാഹു അവരോട് ചോദിക്കും, ഈ പകല് രാത്രി നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അസറിന് വന്നിട്ടുള്ള മലക്കുകളോട് സുബഹിന്റെ സമയത്ത് അള്ളാഹുവിലേക്ക് അവർ തിരിച്ചു പോകുമ്പോ അവരോട് അള്ളാഹു ചോദിക്കും, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എങ്കിൽ പോലും ഈ മലക്കുകൾക്ക് മനുഷ്യരിലെ നന്മ ബോധ്യപ്പെടുത്താൻ, മനുഷ്യരെ കുറിച്ച് പ്രകീർത്തിച്ച് പറയാൻ വേണ്ടി അള്ളാഹു അവരോട് മലക്കുകളോട് ചോദിക്കുന്ന, എങ്ങനെയാണ് അവരെ നിങ്ങൾ വിട്ടേച്ച് പോകുന്നത്? അപ്പൊ അവര് അള്ളാഹു ചോദിക്കും, കൈഫ തറക്കും ഇബാദി, എന്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ച് പോകുന്നത്? അപ്പൊ മലക്കുകൾ പറയും, തറക്കിനായി യുസല്ലൂന അത്തൈനാഹു യുസല്ലൂന, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവർ അസർ നമസ്കാരത്തിലാണ്, ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്തും അവർ നമസ്കാരത്തിലാണ് എന്ന് മനുഷ്യരെ കുറിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ സന്നിധിയിൽ പറയും എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുതരാം. അതുപോലെ തന്നെ നമസ്കരിക്കുന്ന ഓരോ നമസ്കാരത്തിന്റെയും സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഖാലൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാദാമ ഫീ മുസല്ലാഹു, നിങ്ങൾ നമസ്കാരത്തിന് വീട്ടിൽ നിന്ന് wudu ചെയ്ത് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് wudu ചെയ്ത് നമസ്കാരത്തിന് പള്ളിയിൽ പ്രവേശിച്ച് നമസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം അത്രയും മലക്കുകൾ മാദാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ലാ ഫീഹി മാലം തുസല്ലി, ആ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അലാ അഹദികും, നിങ്ങൾക്ക് വേണ്ടി മാദാമ ഫീ മുസല്ലാഹു അല്ലദീ സല്ലാ ഫീഹി, നിസ്കരിക്കുന്ന ആ നിസ്കാര സ്ഥലത്ത് നിങ്ങൾ കഴിച്ചു കൂട്ടുന്ന അത്രയും സമയം. അപ്പൊ പള്ളിയിൽ നമസ്കരിക്കാൻ വന്ന് ആ പള്ളിയിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരുന്ന് നമസ്കാരം നിർവഹിച്ച് പിന്നെയും അവിടെ ഇരിക്കുന്ന എത്ര സമയം നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ആ സമയത്ത് അത്രയും അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ചെറിയ അശുദ്ധി ഉണ്ടാകുന്നത് വരെ, ഒന്നും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ യഖൂലൂന, ആ മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു. നമ്മൾ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് അത്രയും ഇപ്പൊ ശാന്തമായിട്ട് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു മനസ്സമാധാനമൊക്കെ അനുഭവപ്പെടാറില്ലേ? അള്ളാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ ഇവനെ നീ കാരുണ്യം ചെയ്യണം, അല്ലാഹുവേ ഇവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണമെന്ന് ഈ മലക്കുകൾ അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ പള്ളിയിൽ കഴിച്ചു കൂട്ടുന്ന അത്രയും സമയം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുപോലെ തന്നെ വിശ്വാസികളായ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആശീർവദിച്ചു കൊണ്ടിരിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചവൻ, സുമ്മസ്തഖാമു, പിന്നീട് അതിനനുസരിച്ച് നേരെ ചൊവ്വേ നിലകൊള്ളുന്നവൻ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് മലക്കുകൾ ഇറങ്ങി വരും, അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. അപ്പൊ ഈമാനുള്ള മനുഷ്യന്മാർക്ക് അവർ പതറി പോവാത്തൊരവസ്ഥ ഉണ്ടാവും. ഏത് സമയത്തും അവർക്ക് ഇങ്ങനെ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന്. അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറയുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളിൽ മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തെ കുറിച്ച് സന്തോഷിച്ചു കൊള്ളുക, അല്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം നൽകപ്പെട്ട സ്വർഗത്തെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുക
അംഗീകരിക്കുക എന്ന് മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെയും അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നിട്ടാണ്. അതുപോലെ തന്നെ വിശ്വാസികള് പള്ളിയിൽ ഒന്നാം സഫിൽ എത്തുന്ന ആളുകൾക്ക് വേണ്ടി നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി, രോഗിയെ സന്ദർശിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ പ്രത്യേകമായി പ്രാർത്ഥിക്കും എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യുനാദി ജിബ്രീലാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു വിളിക്കും. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയും, ഇന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളിൽ വിളംബരം ചെയ്യുന്ന ഇന്ന മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന്. അങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകൾ വിളംബരം ചെയ്തു കഴിഞ്ഞാൽ അവന് അവൻ ഒരു അംഗീകരിക്കപ്പെടുന്ന ആളായിട്ട്, എല്ലാവരുടെയും സ്വീകാര്യനായിട്ട് അവൻ അംഗീകരിക്കപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു ഇന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അത് മലക്കുകളോട് വിളംബരം ചെയ്യും, ഇന്ന മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവൻ അംഗീകാരം ലഭിക്കും. എന്നാൽ ഇന്നാലിരുന്ന മനുഷ്യനെ ഞാൻ വെറുക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയും ജിബ്രീൽ അലൈഹിസ്സലാം അത് വിളംബരം ചെയ്യുകയും ചെയ്യും. അപ്പൊ ജനങ്ങളാൽ ശപിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, വെറുക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവൻ എത്തുകയും ചെയ്യും എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഇതൊക്കെയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അപ്പം മലക്കുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പഠിക്കുകയും, ഇതൊക്കെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആനും ഹദീസും അള്ളാഹു പറഞ്ഞാൽ അതിനപ്പുറം നമുക്കില്ല, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നമുക്കതിൽ സംശയമില്ല. ആ നിലക്ക് സംശയരഹിതമായി ഇത്തരം കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾ ദീനിന്റെ ഒരു സ്ഥലത്ത് ഒരു അള്ളാഹുവിന്റെ പള്ളിയിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും ഖുർആനിനെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒരു സദസ്സാണെങ്കിൽ അവിടെയും നിങ്ങളെ റഹ്മത്തിന്റെ മലക്കുകൾ നിങ്ങളെ വലയം ചെയ്യുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അത്തരം സന്ദർഭങ്ങളിലും നമുക്കൊരു ശാന്തിയും സമാധാനവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെയും അള്ളാഹുവിന്റെ റസൂൽ അറിയിക്കുന്നതാണ്. ഈ വിശ്വാസ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അത് അംഗീകരിക്കുക. ഈ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അള്ളാഹു എന്നെ നിങ്ങളെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അൻബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. തഖ്വല്ലാഹു ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മലക്കുകളുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഇനിയും വിശദീകരിക്കാനുണ്ട്. നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നൊക്കെ കാര്യങ്ങൾ. ഒന്ന്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തദഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നല്ലതല്ലാതെ പ്രാർത്ഥിക്കരുത്. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂൽ. നിങ്ങൾ പറയുന്നതിന് അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ ചില ആൾക്കാരുടെ ശൈലി സ്വന്തത്തെ ശപിച്ച് പറയുന്ന, കുഴിച്ചിട്ടോട്ടെ നശിച്ചുപോട്ടെ എന്നൊക്കെ പറയുന്ന ഒരു ശൈലി ഉണ്ട്. എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ പറയുന്നതിന് അള്ളാഹുവിന്റെ മലക്കുകൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പൊ നമ്മൾ നമുക്കെതിരെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മക്കൾക്കെതിരെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ദഅവത്തുൽ മർഇ അൽ മുസ്ലിമി ലി അഖീഹി ബിളഹിരിൽ ഗൈബി. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് അയാളുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുസ്തജാബത്തിന് ഉത്തരം കിട്ടുന്നതാണ്. ഒരാൾ അറിയാതെ നമ്മൾ ഇലാഹി ഹദറത്തുൽ നബി വിളിച്ച് ഇങ്ങനെ കൂട്ടമായിട്ട് ആൾക്കാരുടെ മുമ്പ് നാമി പറയുന്നതിനെ കുറിച്ച് അല്ല അല്ലാഹുവിന്റെ റസൂൽ. നിങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുന്നു, അയാൾ അറിയാതെ നിങ്ങൾക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എങ്കിൽ അത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. മലക്കുൻ, അവന്റെ തലഭാഗത്ത് ഒരു മലക്കുണ്ടാവും, ആ പ്രാർത്ഥിക്കുന്നവന്റെ. അവൻ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ഒക്കെ ഈ മലക്ക് ആമീൻ ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വലക്ക മിസ്ലു, നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് അല്ലാഹുവിന്റെ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒക്കെ മലക്കുകൾ ആമീൻ ആമീൻ എന്ന് പറയും. എന്നിട്ടോ നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ മറ്റൊരാൾക്ക് ഗുണത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. മറ്റൊരാൾക്ക് ദോഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതുപോലെ ദോഷം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ പറയുന്നു.
അപ്പം സ്വന്തത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി അല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല, ശപിച്ചുകൊണ്ട് പറയാൻ പാടില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും നന്മയല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ്. അപ്പൊ നമ്മുടെ മരണം, അതുപോലെ തന്നെ ഖബർ ജീവിതം, കാഹളത്തിലൂത്, പുനരുദ്ധാനം, സ്വർഗത്തിലേക്ക് നമ്മളെ സ്വീകരിച്ചാനയിക്കുക, നരകത്തിന് കാവൽക്കാരായി നിൽക്കുക, ഇങ്ങനെ തുടങ്ങി കാറ്റ്, മഴ, ഇടി, പർവ്വതങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഉണ്ട് എന്നൊക്കെ ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. വളരെ വിശാലമായ ഒരു വിഷയമാണ്. നമ്മൾ ഇത് കൃത്യമായി അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അല്ലാഹു ദീനിന്റെ വിഷയങ്ങൾ യഥാവിധി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. സർവശക്തനായ റബ്ബേ, അറിഞ്ഞും അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകണ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളുമായിട്ടുള്ള ആളുകൾക്ക് നീ പാപമോചനം നൽകണ റഹ്മാനെ. ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബേ. കാരുണ്യവാനായ റബ്ബേ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകുന്ന റഹ്മാനെ. ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തുരക്ഷിക്കുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, അങ്ങേയറ്റത്ത് ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പട്ടിണി കിടന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകൾ, പലസ്തീനിലുള്ള വിശ്വാസികൾ, മാതാപിതാക്കൾക്കൊക്കെ നീ ശാന്തി തരികയും അവർക്ക് നീ സമാധാനം ചെയ്യുകയും ചെയ്യുന്ന റഹ്മാനെ. ശത്രുക്കളുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നീ അവരെ രക്ഷപ്പെടുത്തുന്ന റഹ്മാനെ. അല്ലാഹുവേ, രണ്ട് ലോകത്തും നീ ഞങ്ങളെ ഏവരെയും വിജയിപ്പിക്കുന്ന റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.